ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കണം, ഒരു സംശയമില്ല, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ SIT ഇത് ഞങ്ങൾക്ക് ആകെ സമാധാനമുള്ളത് ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അതിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, കോടതിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സമാധാനമുള്ളത്. നമ്മൾ അദ്ദേഹത്തിന് ഇന്ന് അറസ്റ്റ് ചെയ്ത രീതി എന്താ ഉണ്ടായത്, അതെന്താ മനസ്സിലാക്കാത്തത്? അദ്ദേഹത്തിനെ വിളിച്ച് ചോദ്യം ചെയ്യാനാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 2 ചോദ്യം ചോദിച്ചു, ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. ആ രീതിയോടാണ് 10,000 ക്ഷേത്രങ്ങളിലെ തന്ത്രമുള്ളൊരു തന്ത്രി അദ്ദേഹം, അല്ലാണ്ട് ഇത് മാത്രമല്ല. ഇനി സജീവൻ പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം, വേലി തന്നെ വിളവുള്ളത്. തന്ത്രി ക്ഷേത്രത്തിൻ്റെ വേലിയാണോ? ഒരിക്കലും അല്ല. തന്ത്രിക്ക് ആചാര്യസ്ഥാനേ ഉള്ളൂ, വേലി ദേവസ്വം ബോർഡാ. അതിനിപ്പോൾ തന്ത്രി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സമയത്തും ഒരു സ്ഥലത്തും തന്ത്രിക്ക് ഉള്ള ഒരു സംശയ ദൃഷ്ടി പോലും കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ ചാടി കയറി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത ആ രീതിയോടാണ് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റായ. അദ്ദേഹം കുറ്റവാളിയാണ്, അഗ്നിശുദ്ധീകരിച്ച് വരട്ടെ. വരട്ടെ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണമല്ലോ. ഇപ്പൊ മറ്റാരെങ്കിലും ഒക്കെ അറസ്റ്റ് ചെയ്തപ്പോ, പത്മകുമാർ അറസ്റ്റ് ചെയ്തപ്പോ, വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോ, അല്ലെങ്കിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോ, ഏതെങ്കിലുമൊക്കെ സംഘടനക്കാരോ പാർട്ടിക്കാരോ ഒക്കെ ഇതുപോലെ വേട്ടയാടലാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ? ഇതിനു മുമ്പ് നടന്ന 10 അറസ്റ്റിലും അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. 11ാമത്തെ അറസ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടാവുന്നത്. പറഞ്ഞോളൂ. ഇത് ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ ഇതൊന്നും വരുന്നില്ല. എന്നിട്ട് തങ്കപ്പാളി നോക്കിയില്ല, അത് ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്തില്ല, ഇതൊക്കെയാണല്ലോ പറയണത്. ആ പറയാൻ ഇദ്ദേഹത്തിന് എന്താ കാര്യമുള്ള കാര്യത്തിൽ? ദേവസ്വം ബോർഡിൻ്റെ അത് സാധാരണ അമ്പലം പോലും അല്ല, വളരെ മഹാക്ഷേത്രമാണ് ശബരിമല. എല്ലാ ദേവസ്വം ബോർഡ് ടോപ്പ് ഒഫീഷ്യൽസും ഒക്കെ ഉള്ള സ്ഥലമാണ്. തന്ത്രി പറഞ്ഞിട്ട് വേണോ പാളി കൊണ്ടുപോയി വിവരം അവരറിയാനായിട്ട്? എന്തൊരു അസംബന്ധമാണ് പറഞ്ഞുണ്ടാക്കുന്നത്. അത് മാത്രമാണ് അറസ്റ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടല്ലേ ശ്രീ PND നമ്പൂതിരി ഒന്ന് ശ്രീരാംപുര ക്ഷേത്രത്തിന്റെ തന്ത്രിസ്ഥാനം കൂടി ഉള്ള ആളാണ് കണ്ഠരര് രാജീവര്. അദ്ദേഹം അവിടെ നിന്ന് കൊണ്ടുവന്ന, ശബരിമലയിലേക്ക് കൊണ്ടുവന്ന ആളാണ്, കീഴ്ശാന്തിയായിട്ട് നിയമിച്ചു കൊണ്ടുവന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 2007 മുതലുള്ള ബന്ധമാണ്. അല്ലല്ല അഭിലാഷേ, അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. വിടാനുള്ള ക്ലിയർ അജണ്ട ഉണ്ടെന്ന് ഞങ്ങൾ സംശയിച്ചാൽ അതിന് കുറ്റം പറയാൻ ഒക്കില്ല. അങ്ങനെ സംശയിക്കുന്നതിന് മുമ്പ് നമുക്ക് സംശയിക്കാവുന്ന മറ്റനേകം കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള വിധികളാണ് കാണുന്നത്. നമുക്ക് അതിന് മുമ്പ് സംശയിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊടിമരം കാണുന്നത് മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടിമരം 2017 കൊടിമരം മാറ്റിയത്. കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനം എവിടെ പോയി? അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത്ര പെട്ടെന്ന് തിരക്കിട്ട് കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനം എവിടെ പോയി? തിരക്കിട്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത രീതി, അല്ല സാർ, തിരക്കിട്ട് അറസ്റ്റ് ചെയ്തതല്ല. അദ്ദേഹത്തെ പലവട്ടം വിളിപ്പിച്ചിരുന്നു, അദ്ദേഹത്തെ പലവട്ടം സമൺ ചെയ്തിരുന്നു. നിങ്ങൾ സാധാരണ നിലയ്ക്ക് പോലീസിന് റിമാൻഡ് റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കൂ, അതിൽ എന്താണ് അദ്ദേഹത്തിന് അലിഗേഷൻ. ഞാനത് വായിച്ചല്ലോ സാർ. ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. 1-ാം പ്രതിയും 9-ാം പ്രതിയും 10-ാം പ്രതിയുമായി ചേർന്ന് പ്രസിഡന്റും മറ്റു 2 മെമ്പർമാരും ചേർന്ന്, ഈ മെമ്പർമാർ പുറത്തല്ലേ, 3 പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കുകയും ഈ പറഞ്ഞ പ്രതികൾക്ക് അന്യായമായ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ്. അല്ലാതെ ആചാരം ലംഘിച്ചതിന് ആരെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതുപോലത്തെ ഒരു കേസിൽ അങ്ങനെയല്ല സംഭവം. അത് തെറ്റിദ്ധാരണയാണ്, അങ്ങനെയല്ല. തെളിയിക്കണമെങ്കിൽ എല്ലാവരും ചോദ്യം ചെയ്യണ്ടേ, അല്ലാണ്ട് കുറെ പേർ ചോദ്യം ചെയ്താൽ മതിയോ? അല്ല, അതൊക്കെ നടക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് പോറ്റി അവിടെ പ്രാമാണ്യം നേടിയത് എന്നതിനെ സംബന്ധിച്ച് പോറ്റി അവിടെ പ്രാമാണ്യം നേടിയത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് അവിടുത്തെ ശാന്തിമാരുടെയും ജീവനക്കാരുടെയും ഒക്കെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം വളരെ സൂക്ഷ്മമായി നടക്കുന്ന ഒരു അന്വേഷണമാണ്. വളരെ കാഷ്വൽ ആയിട്ട് തന്ത്രിയെ വിളിച്ചു, എന്നാ പിന്നെ അറസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്തു, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളൊരു അന്വേഷണത്തെ അങ്ങനെയൊന്നും കാണണ്ട. അതിനേക്കാൾ ഗൗരവമായിട്ടാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അവർക്ക് കൃത്യമായ വിവരങ്ങളില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ വ്യക്തിപരമായി? ഉദ്യോഗസ്ഥന്മാരുടെ രീതികളോടെ നമുക്ക് കോടതി ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലാണ് കേസ് വെക്കണേ. അതൊക്കെ നമുക്ക് വളരെയധികം വിശ്വാസം ഉണ്ട് ആ കാര്യത്തില്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ വഴി കാണിക്കുമ്പോഴാണ് നമുക്ക് ഇത് സംശയത്തിന്റെ ദൃഷ്ടിയിലേക്ക് പോണേ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരാളെ വ്യക്തിപരമായിട്ട് ബ്ലെയിം ചെയ്യല്ല. ഈ രീതി കാണുമ്പോൾ നമുക്ക് തോന്നുക അദ്ദേഹത്തിനെ ട്രാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോയ ഒരു രീതിയാണ്. യോജിക്കാൻ പറ്റില്ല. ശരി, ഓക്കെ. കൂടുതൽ വിവരങ്ങൾ വരട്ടെ.